അതിനായി ശരിയായ ഒരു ജീവിതശൈലി ചിട്ടപ്പെടുത്തി നാം മുന്നോട്ട് പോകേണ്ടിയത് പ്രധാനമാണ്. കൃത്യമായ ഇടവേളകളിൽ മെഡിക്കൽ ചെക്കപ്പ് നടത്തി പ്രാരംഭത്തിൽ തന്നെ രോഗനിർണയം നടത്തിയാൽ മിക്ക രോഗങ്ങളെയും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഭാരതീയ വിദ്യാഭവന്റെയും രാമകൃഷ്ണ മഠത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ സൗജന്യ മെഡിക്കൽ ചെക്കപ്പ് മരുന്ന് വിതരണത്തിലേക്കും ഏവർക്കും സ്വാഗതം. ആദ്യമായി ഭാരതീയ വിദ്യാഭവൻ സെക്രട്ടറി ആൻഡ് ഡയറക്ടർ പ്രസിഡന്റ് രാമകൃഷ്ണ മഠ് വള്ളിക്കോട്. പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, എൻ്റെ സഹോദര സന്യാസി സ്വാമി സത്യേശ്വരാനന്ദ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിദ്യാർത്ഥികളെ, അതുപോലെ വാണിജ്യശാസ്ത്രജ്ഞരെ, മറ്റ് എല്ലാവർക്കും എൻ്റെ സാദര നമസ്കാരം. ഔപചാരികമായി ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. ഇത് ഉദ്ഘാടനം പ്രത്യേകിച്ച് പ്രഭാഷണത്തിൻ്റെ കാര്യമൊന്നും വരുന്നില്ല. ഇതിനൊരു താങ്ക്സ് മാത്രമേ പറയാം. ആദ്യമായിട്ട് താങ്ക്സ് പറയേണ്ടത് ഷെരീഫ് സാറിനാണ്. കാരണം വിദ്യാഭവനുമായിട്ടുള്ള സഹകരണവും അതുപോലെ തന്നെ ഈ കോളേജ് ഇതിനു വേണ്ടിയിട്ട് സജ്ജമാക്കിയതൊക്കെ സാറിൻ്റെ സഹായങ്ങളുണ്ടാകും. സാറ് വിചാരിച്ചുകൊണ്ടാണ് നടന്നത്. അതുകൊണ്ട് ആദ്യം സാറിൻ്റെ സംഘാടകനാണെങ്കിലും എൻ്റെ വ്യക്തിപരമായ പേരിൽ രാമകൃഷ്ണ പേരിൽ ഞാൻ സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. വളരെ പ്രശസ്തമായ വളരെ നല്ല സ്റ്റാൻഡേർഡുള്ള മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മരുന്ന് കമ്പനിയാണ്, ഫാക്ടറിയാണ് ഈസ്റ്റ് വെസ്റ്റ് ഫാം. അവരാണ് ഇതിൻ്റെ മെഡിസിൻസ് മരുന്നുകൾ നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതീക്ഷ ഭാവിയിലും അവരിൽ നിന്നുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു. So we extend our heartfelt thanks to the East Farmer and expecting their contribution and cooperation in future also. പിന്നെ ഇതിൽ നന്ദി പറയുന്നത് ഡോക്ടർ അജീഷ്, അതുപോലെ തന്നെ ആഷിഖ് ജോൺ, സുസൻ സാം, വളരെ വിസ്തൃതമായ സേവനം തുറന്നുകൊണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇന്നിവിടെ സ്വാഗത പ്രസംഗത്തിൽ ടീച്ചർ പറയുകയുണ്ടായി, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അല്ലേ? വരാതിരിക്കുക എന്നുള്ളതാണ് വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത്. നമുക്കിന്ന് ഈ ലോകത്ത് ഒരുപാട് രോഗങ്ങൾ, മാറാത്ത രോഗങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ മരുന്ന് കണ്ടുപിടിക്കും. ഇതുവരെ മരുന്ന് കണ്ടുപിടിക്കാത്തതായ 2 അസുഖങ്ങളേ ഉള്ളൂ. ഒന്ന് ഈഗോ,
പിന്നെ ഒന്ന് കുശുമ്പ്. ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. പക്ഷെ ഇതിന് രണ്ടിനും വളരെ ലളിതമായ മരുന്ന് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്, ഇല്ലേ? എപ്പോഴും ഓരോരുത്തർക്കും തോന്നും ഞാനാണ് വലുത്. പക്ഷേ നമ്മുടെ ഭാരതീയ സംസ്കൃതിയിൽ പറയുന്നത് വിദ്യാവിനെ സമ്പന്നെ സമദർശന. വിദ്യാവിനയ സമ്പന്നെ, വിദ്യ കൊണ്ട് എന്ത് നേടണം? ആദ്യം വിനയം നേടണം. നമുക്ക് വിദ്യയില്ല, രണ്ടാമത് പറഞ്ഞില്ല. ആ വിദ്യ കൊണ്ട് നമ്മുടെ ഈഗോയാണ് കൂടുന്നത്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. Everyone is great in their own place. നമ്മൾ വിചാരിക്കും പ്രിൻസിപ്പലാണ് ഏറ്റവും അധികാരമുണ്ടാവും, അതുകൊണ്ട് അവർക്ക് ആ ഈഗോ ഉണ്ട്. പക്ഷെ സ്കൂളിൽ ഈഗോ ഇല്ലെങ്കിൽ പ്രിൻസിപ്പലിനോട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ വലിയ ഫങ്ഷൻസ് ഒക്കെ നടക്കും. പക്ഷെ ആരെങ്കിലും നമുക്ക് അവരോട് ഇപ്പോഴും പുച്ഛമാണ്, അല്ലേ? പക്ഷെ അവർ കൃത്യസമയത്ത് എത്തി കൃത്യമായി വളരെ സൂക്ഷ്മതയോടെ, കാരണം അവരുടെ ആഹാരത്തിൽ, അവർ പാചകം ചെയ്യുന്ന ആഹാരത്തിൽ എന്തെങ്കിലും ഒരടുക്ക് അവർ നഖം വെട്ടിയിട്ടില്ല എങ്കിൽ എത്ര പേർക്കായിരിക്കാൻ ദോഷം ഉണ്ടാവുന്നത്. അത്രയും ശുഷ്കാന്തിയോടെ അത്രയും ശ്രദ്ധയോടെ അവർ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ സന്തോഷമായിട്ട് ആഹാരം കഴിച്ചാൽ എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകും. പക്ഷെ അവരോട് നമ്മൾ ഈ സ്റ്റേജിൽ നന്ദി പറയുമ്പോൾ അവർ കൊടുക്കാറില്ല. യഥാർത്ഥത്തിൽ അവരെയൊക്കെ ഓർക്കുന്നു. അതുപോലെയാണ് കുശുമ്പ്. ഞാൻ മുന്നോട്ട് പോകുന്നില്ല. അത് ഉദ്ഘാടന മീറ്റിംഗ് തന്നെ ശകലം കൂടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം അതിലുണ്ടാവണം. ശേഷിച്ച് ഡോക്ടറോടൊപ്പം ടീമിനോട് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. ശരീരത്തിലൊക്കെ വെച്ച് നോക്കാൻ വേണ്ടി രോഗികളായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന അധ്യാപകർ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ്. ഞാനിവിടെ തന്നെ രോഗിയാണ്, സ്ഥിരം രോഗിയാണ്. ഞാൻ വളരെ ഗുളികയോളം അമ്മയുടെ അനിയത്തി ഇതുപോലെ 10-20 ഗുളിക ഡെയിലി കഴിച്ചു. ഏതാ ഗുളികകൾ കഴിക്കുന്നത് എല്ലാം വലിയ കുഴപ്പമുള്ള ഗുളികളാകുമ്പോൾ വലിയ മരിച്ചുപോയി. അപ്പൊ ഞാൻ ഇത് എടുത്തു നോക്കിയപ്പോൾ 20 ഗുളികയിൽ 17 എണ്ണവും വൈറ്റമിൻ ഗുളിക. അസുഖത്തിന്റെ ഗുളികയില്ല, അസുഖത്തിന്റെ 2-3 ഗുളികകളുണ്ട്. നമ്മള് കഴിക്കുന്ന പല ഗുളികകളും ന്യൂറോ ആക്ച്വലി അത് മെഡിസിൻ ആയിട്ടാണ് നമ്മൾ കരുതുന്നതെങ്കിൽ ആക്ച്വലി നമ്മുടെ നെർവ്സിന് ശക്തി കൂട്ടുന്നത് ഒരു വൈറ്റമിൻ ആണ്. അപ്പോൾ വൈറ്റമിൻസ് നമുക്കിവിടെ ഉണ്ട്. 10 പെട്ടി സത്യേശ്വരാനന്ദ സ്വാമിയുടെ സേലം ഗ്രൂപ്പ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. വൈറ്റമിൻസും ഉണ്ട്, മെഡിസിൻസും ഉണ്ട്. ആരോഗ്യമുള്ളവരായാലും പാവപ്പെട്ടവരായാലും പണക്കാരായാലും എല്ലാം നമുക്ക് മെഡിക്കൽ ചെക്കപ്പ് ഇടയ്ക്കിടയ്ക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ പ്രിവെൻഷൻ ചെക്കപ്പിലൂടെയല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വരുന്നതോടുകൂടി റിസൾട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചികിത്സ എല്ലാം ഇപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മെഡിസിനെല്ലാം വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ ഡോക്ടറെ അടുത്തിരുന്ന് പരിശോധിച്ച് ആ സ്റ്റെതസ്കോപ്പ് പരിശോധിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്റെ ഫാമിലിയിൽ തന്നെ 12 ഡോക്ടർമാർ, മക്കളെല്ലാം ഡോക്ടർ, കല്യാണം കഴിച്ചവരും ഡോക്ടർ. ഡോക്ടർമാരുടെ പ്രശ്നത്തിൽ പഠിക്കുന്നതാണ്. കാരണം എല്ലാവരും രോഗിയാണ്. ഇതെല്ലാം നമുക്ക് പരിശോധിക്കുന്ന പോലെ തന്നെ വേറെ രോഗിയില്ല. ഞാനിപ്പോ രോഗമുക്തരാകാനാണ് എന്റെ ശ്രമം. അവരുടെ എല്ലാം പരീക്ഷണങ്ങൾ എത്തില്ല. എലിയിലും മറ്റേ വാക്ക് വെച്ച് എല്ലാം അതുകൊണ്ട് എനിക്കത് ചെയ്യുന്ന വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പല രോഗങ്ങൾക്കും ആരംഭ ലക്ഷണങ്ങൾ കാണുന്നു. ഇപ്പൊ മകൾ RCC-യിലുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ്. അവർ പറയാറുണ്ട്, ഒരു പോലീസുകാരന്റെ ഭാര്യ ഈ അടുത്ത എപ്പോഴും വീട്ടില് പ്ലേറ്റ്
താഴെ എഴുതുന്ന പാത്രം താഴെ എഴുതുക, ഇങ്ങനെ ഒരു 2 വർഷമായിട്ട് ഈ ലക്ഷണമാണ്. അപ്പോൾ പോലീസുകാരനല്ലേ വെറുതെ അപേക്ഷിച്ചോ, ശ്രദ്ധയില്ല, നീറ്റിൽ പിടിക്കണ്ടേ, അല്ലെങ്കിൽ അത് ഡ്രൈ ആക്കിയിട്ട് വേണ്ടേ എടുക്കാൻ എന്ന് പറഞ്ഞിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇത് പറ്റുന്നില്ല, കയ്യിൽ വീട് പോകും. അവസാനം ഇത് പിന്നെ കൂടി 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 വന്ന് പിന്നെ അവർ സ്കാനിങ്ങിന് ഇവരുടെ മകളുടെ അടുത്ത് വന്നപ്പോൾ ഒരു ബ്രെയിൻ നോക്കുമ്പോൾ ആരംഭ ലക്ഷണമാണ് ബ്രെയിൻ ട്യൂമറിന്റെ. അപ്പോൾ അവൾ പറയുന്നത് ഒരു പ്രാരംഭ ലക്ഷണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സിംറ്റംസ് നമ്മുടെ ബോഡി തരും. കാരണം ഇങ്ങനെ പാത്രം ബ്രെയിനിന്റെ ആ ഒരു ഇതിലുണ്ടാകുന്ന സ്ട്രക്ചറിലുണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കാം, അല്ലാതെ ഒരു മനഃപൂർവ്വം ചെയ്യുന്നതല്ല. പോലീസുകാരനായിരുന്നു ഓരോ വെയിറ്റ് എടുക്കുമ്പോഴും ഓരോ അടിയും കൊടുക്കും. പക്ഷെ അതിന് വിഷമമുണ്ട്. പിന്നെ ആ സ്ത്രീ മരിച്ചപ്പോൾ ഇയാള് അവിടെ വന്ന് ഭയങ്കരമായിട്ട് കരയുകയാണ്. കാരണം ഈ കാരണം പറഞ്ഞ് ഒരുപാട് അവരെ പ്ലേറ്റ് താഴെ ഇടുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ ഇതുപോലുള്ള എനിക്കറിയില്ല, അവർ പറഞ്ഞ ഒരു സംഭവമാണ്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ലക്ഷണങ്ങൾ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് അത് എന്നേക്കാൾ കൂടുതൽ ഡോക്ടറൊക്കെ അതൊക്കെ നമുക്ക് ഈ പ്രാരംഭ ടെസ്റ്റിങ്ങിലൂടെ ബ്ലഡ് ടെസ്റ്റില് അതുപോലെ തന്നെ ഉള്ള ഇതിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഒരു 40 വയസ്സും ഒക്കെ കഴിഞ്ഞവരാണ് കൂടുതലും. ചെറുപ്പക്കാര് തന്നെ എൻ്റെ ഒരു ബന്ധുവിടെ മരിച്ചത് അദ്ദേഹം മിസ്റ്റർ ആലു ആയിരുന്നു. UC കോളേജിലെ മിസ്റ്റർ UC കോളേജിൽ പഠിക്കുന്ന ആളാണ്. ഡെയിലി ഭയങ്കര എക്സർസൈസ് ആണ് ഒക്കെ ചെയ്ത് ചെറിയൊരു വേദന പോലെ തോന്നി. അപ്പൊ വിചാരിച്ചു ഗ്യാസിന്റെ എക്സർസൈസ് കൂട്ടിയായി, അതിന്റെ ആ ചോറ് കൂട്ടി പക്ഷെ കൊളാപ്സ് ചെയ്തു. അകത്തേക്കായിരുന്നു. അപ്പോൾ പലപ്പോഴും ഗ്യാസിൽ തെറ്റിദ്ധരിക്കുന്ന അത് പലപ്പോഴും ഹാർട്ടിന്റെ പ്രശ്നങ്ങളാകാം. അത് ഈ അടുത്ത വേറൊരു അഡ്വക്കേറ്റ്, അത് 56 വയസ്സേ ഉള്ളൂ, ഭയങ്കരമായിട്ട് ഇത് ബാഡ്മിന്റൺ കളിക്കുമല്ലോ. അപ്പൊ ബാഡ്മിന്റൺ ഇപ്പൊ നടന്നൊരു സംഭവം, എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്, ലേഡിയാണ്, അപ്പൊ 3 ദിവസമായിട്ട് ചെറുതായിട്ട് ചെസ്റ്റ് പെയിൻ വന്നു. പക്ഷെ അപ്പൊ അവരെല്ലാം 56 വയസ്സ് വയസ്സല്ലല്ലോ, അപ്പൊ അവരത് ശ്രദ്ധിച്ചില്ല. പിന്നെയും ബാഡ്മിന്റൺ കളിക്കാൻ പോയി, ഗ്യാസിന്റെ കൂടി ഒരു ചാട്ടശാലി അടി കൂടി കാണുന്ന വീണ് അറ്റാക്കായ. തുടക്കത്തിൽ നമ്മൾ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ അവഗണിക്കാതിരിക്കുക. നമ്മൾ അതിന്റെ മറ്റ് ടെസ്റ്റുകളിലോട്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഇൻവെസ്റ്റിഗേഷൻസും കൂടുതൽ പരിശോധനകൾക്ക് നമ്മൾ വിധേയരാകാൻ. നമ്മൾ റോങ് ഹൈപ്പോത്തിസിസിലാണ് പലപ്പോഴും. എന്തെങ്കിലും കണ്ടാൽ തന്നെ നമ്മൾ നിഗ്ലക്ട് ചെയ്യും, അത് ഗ്യാസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് കൂടുതൽ പീരീഡ് എടുത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അടുത്ത് പറഞ്ഞുകൊണ്ടായിരിക്കാം, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ അതിനുള്ള ഒരു പ്രാരംഭ നടപടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ വെളിയിൽ നിന്നുള്ള പേഷ്യൻസ് ആയാലും നമ്മുടെ അകത്ത് എല്ലാവരും രോഗത്തിന്റെ മുമ്പിൽ നമ്മളെല്ലാം തുല്യരാണ്. അപ്പൊ അതിന്റെ പ്രാരംഭ ഒരു ഘട്ടമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നല്ല കൂടി വലിയ അസുഖങ്ങളോ മരുന്നുകൾ എനിക്കറിയില്ല, നോക്കിയിട്ടില്ല. അപ്പൊ ആ പ്രാരംഭമായ ഒരു തരത്തിലുള്ള പരിശോധനകൾക്കൊക്കെ നമ്മൾ തുടക്കം കുറിക്കുകയാണ്. അതിലുപരി ഇത് പുതിയ കോളേജാണ്, ഇത് എൻ്റെ ഭാര്യയുടെ കോളേജാണ്. ഞാൻ പറഞ്ഞിട്ട് അറിയാനൊക്കെ അറിയാം. അവരാണ് ഇതിൻ്റെ എനിക്കുമായിട്ട് വലിയ ബന്ധമില്ല. കാരണം ഞാൻ വേറൊരു ട്രസ്റ്റില് ചേർന്നാനൊക്കെ ആയി കുടിക്കുന്നതുകൊണ്ട് ഇതും കൂടെ ആകുമ്പോൾ ഈ 2 കോളേജുകളിൽ നമ്മുടെ കോളേജിലും ഇവിടെ ഏതാണ്ട് ഒരേ കോഴ്സുകളാണ്. അപ്പൊ അത് പരാതി വേണ്ട, അവിടുത്തെ ചെയർമാനായിട്ട് ഇവിടെ പിള്ളേരെ കുടിക്കാൻ നോക്കുക. അപ്പോൾ ഞാനിതില്ല. ഇവിടെ ഈ കോളേജിന്റെ ഇനാഗുറേഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ നടക്കുന്ന പരിപാടിയായിരുന്നു ഈ ഇനാഗുറേഷൻ. കോളേജിൽ ഉദ്ഘാടനം ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് നടക്കുന്നത് ഇങ്ങനെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ ഒരു പരിപാടി. അത് നമ്മുടെ പ്രിയങ്കരനായ സ്വാമിജി വിളക്ക് കത്തിച്ചിരിക്കുന്ന സംഭവം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ ഗവർണറോ മന്ത്രിയോ വരുന്നതിനേക്കാൾ എനിക്ക് വലിയ ഒരു കാര്യം ഇത്തരത്തിലുള്ള പരിപാടികളോടുകൂടി നമുക്കിവിടെ ഒരു ആരംഭിക്കാൻ കഴിഞ്ഞല്ലോ. ഒരു സാന്ത്വന പ്രക്രിയയിലൂടെ ഒരു പ്രവർത്തനത്തിലൂടെ ഇവിടെ ആദ്യമായിട്ട് നിലപാട് കൊടുക്കുക ഈ സ്ഥാപനത്തിൽ. അപ്പൊ അതൊരു ടീച്ചറിന്റെ ടീച്ചർക്ക് അക്കട്ടായി പോയിരിക്കുകയും UECയുടെ നാക്കിന്റെ കോളേജിന്റെ പരിശോധനയും അതെത്തിയിട്ടില്ല. അപ്പൊ അതിന് വലിയ സന്തോഷമുണ്ട്. അപ്പൊ തീർച്ചയായും അത് ഇതിന്റെ ഒരു ഡോക്ടറെ അപ്പൊ ഇത് ഈ കോളേജ് തന്നെ ഉദ്ഘാടനം ചെയ്തിട്ടില്ല. നിങ്ങളാണ് ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത്.
വിദ്യാർത്ഥികളാണ് ഇവിടെ തുടങ്ങുന്നത്. പക്ഷെ ഇപ്പോൾ വലിയ മഹനീയരായ അധ്യാപകരാണ് വിക്ടിംസ്. അതും ചെറിയ കാര്യമല്ല. തീർച്ചയായിട്ടും എല്ലാം കൊണ്ടും വളരെ ധന്യമായ ഒരു മുഹൂർത്തമാണിത്. ഞാൻ അവധിയായിട്ടും നിങ്ങളുടെ എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നല്ല പാട്ട് പാടി നമ്മുടെ ദ്രോണയെ ഓർക്കുന്നത് ദ്രോണാചാര്യരെ കുറിച്ച് ഓർമ്മപ്പെടുന്നു. സമയം നമ്മൾ കളയണ്ട. സമാപനത്തിലേക്ക് എത്തുമ്പോൾ ഈ അവസരത്തെ ഉജ്ജ്വലമാക്കാൻ ശ്രമിച്ച നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയപരമായ നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി ഞാൻ സാറിനെ നന്ദി പറയുകയാണ്. പത്തനംതിട്ട വെള്ളിക്കോട് രാമകൃഷ്ണ മഠത്തിൽ നിന്നുള്ള സ്വാമി കാന്തലോകനാഥജിയുടെ പ്രചോദനാത്മകമായ ഉദ്ഘാടന പ്രസംഗത്തിനും അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഈ അവസരത്തെ അനുഭവിച്ചതിനും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. So I request all our volunteers to come to the stage to receive ഫാമിലിയുടെ ഫോൺ and stand there. You can stand. You should stand here. You are there. We'll start the medical category.